അപ്പം സോൾ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് ഈ സ്വതന്ത്ര ചിന്ത ഞാനിത് പറയും, നിങ്ങളുടെ അഭിപ്രായം അതോ ഇതോ ഒന്നും എനിക്കറിയണ്ട, ഇത് നിങ്ങളോട് അങ്ങ് അനുസരിച്ചാൽ മതി എന്നുള്ള ഒരു രീതി വരും. നാർസിസം, അടിച്ചേൽപ്പിക്കൽ, ഇങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലേക്ക് ഇത് വഴിമാറും. അപ്പോഴാണ് ശരിക്കും ഇവർ ബുദ്ധിമുട്ടാവുന്നത്. പല ഡിവോഴ്സ് കേസുകളിലും നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് വിശാഖമാണെന്ന് അറിയുമ്പം ഞാൻ പൊതുവേ ചോദിക്കാറുണ്ട്, ഗുസ്തിയാണോ, നല്ല ഗുസ്തിയാണോ, അഡ്ജസ്റ്റ് ചെയ്യാൻ പാടോ. അപ്പോൾ ഈ പലപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പറയുന്നത് ഞാൻ ഇപ്പോഴാണ് ഒന്ന് ശ്വാസം എടുക്കുന്നത് എന്നുള്ളത്. എനിക്കറിയാം ഇതൊക്കെ, നിങ്ങളെ കൂടുതൽ ഉപദേശിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ എന്നെ ആരും കൂടുതൽ പഠിപ്പിക്കാനൊന്നും വേണ്ട, എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. പറ്റുമെങ്കിൽ നിങ്ങൾ കേട്ടോണം. ഈ ഒരു ടോണൽ സ്റ്റൈല് ഇവർക്കുണ്ടാവും. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പലപ്പോഴും അമാനുഷിക രീതികളോട്, അമാനുഷികമായിട്ടുള്ള വ്യക്തിത്വങ്ങളോടെ ഒരു എമ്പതിയുണ്ട്. അതായത് എനിക്ക് നമ്മൾ ഈ പണ്ടത്തെ ഈ മോഹൻലാൽ സിനിമ ഉണ്ടല്ലോ, ഈ മീശ പിരിക്കുന്ന മോഹൻലാൽ സിനിമയിലൊക്കെ കാണുന്ന കഥാപാത്രങ്ങളെ പോലെ ആയിത്തീരാനുള്ള ഒരു ടെൻഡൻസി ഇവർക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് പുരുഷന്മാർക്ക് പലപ്പോഴും. മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും അറിവുകളും അനുഭവങ്ങളും ഒന്നും വാല്യൂ കൊടുക്കാത്തൊരു ലെവലിലേക്ക് എത്തും. നിരീക്ഷിക്കാൻ വേണ്ടിയും കൂടെ ഇത് പറയുന്നത്, ഓൾറെഡി ഇവരൊരു കിങ്ങിനെ പോലെയാണ്, ഇവരുടെ ബോധമനസ്സിൽ ഇവരാണ് ഇവരുടെ രാജാവ്. അപ്പോൾ എപ്പോഴും ഞാനൊരു സംഭവമാണെന്നുള്ള ഒരു രീതിയിൽ ഇവർക്ക് സ്വയം ഒരു തോന്നലുണ്ടാവും. അതങ്ങനെ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തും. അതിനിടയിൽ ചുറ്റുപാടുകളിലുള്ള പലരുടെയും വിജയങ്ങൾ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതാണ് ഒന്നാമത്തെ കുഴപ്പം. അതൊന്ന് അസൂയയും മത്സരബുദ്ധിയുമാണ്. അമിതമായ മത്സരബുദ്ധി ശത്രുക്കളെ സൃഷ്ടിക്കുകയും മറ്റുള്ളവരുടെ വിജയങ്ങൾ അസൂയ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതങ്ങനെ ചെയ്യരുത്. അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ പഠിക്കണം. അതിൽ നിന്ന് മാറി സഞ്ചരിക്കണം എന്ന് പറയാൻ കാരണം തന്നെ, ഇതുപോലെയാണോ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കെട്ടിപ്പൊക്കിയത്, അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ വേറൊരാളും കഷ്ടപ്പെട്ട് അതുപോലെ പൊങ്ങി വന്നിട്ട്. പക്ഷേ ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു മത്സരബുദ്ധി ആയിരിക്കും എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ അതൊരിക്കലും സമാധാനം തരത്തില്ല എന്നുള്ളതാണ്. മത്സരബുദ്ധി ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കോമ്പറ്റീഷൻ വേൾഡിൽ ജീവിക്കും മത്സരബുദ്ധി ഉണ്ടാവുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ലക്ഷ്യബോധം മനസ്സിലാക്കിയിട്ട് അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പം നാച്ചുറലി നിങ്ങൾക്കുള്ളത് വന്നോളും. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തെ കെട്ടിപ്പൊക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് നിൽക്കേണ്ടവർ നിൽക്കും, പോകേണ്ടവർ പോകും. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നീതിയാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് എപ്പോഴും ആ ലക്ഷ്യത്തെ, അതിനെ മനസ്സിലാക്കി അതിനു വേണ്ടി കൂടുതൽ പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാം.